1951 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പ്രതിപാദിക്കാനുള്ളത്. കണ്ണൂരിനെ കുറിച്ച് നമ്മൾക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ് കണ്ണൂർ. ഒരുപാട് കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാർ പിറന്ന നാട്. അതോടൊപ്പം തന്നെ തെയ്യങ്ങളുടെ നാട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ തോൽപ്പിച്ച കണ്ണൂർ. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉദയം തന്ന കണ്ണൂർ. ഈ കണ്ണൂരിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. 1951 കണ്ണൂർ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് AK ഗോപാലൻ എന്ന് പറയുന്ന AKG ആയിരുന്നു. AKG ആ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു. അങ്ങനെ 1951 തെരഞ്ഞെടുപ്പിൽ AK ഗോപാലന് കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചു. പിന്നീട് കണ്ണൂര് 1956 കേരളം പിറന്നു. കണ്ണൂര് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായ മദ്രാസിൽ നിന്ന് കേരളത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം തലശ്ശേരി മണ്ഡലമാവുകയും കുറച്ച് സ്ഥലം കാസർഗോഡ് മണ്ഡലത്തിലേക്കും പോവുകയുണ്ടായി. അന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ജനചന്ദ്രനാണ്. 57 തലശ്ശേരിയിൽ നിന്ന് ജനചന്ദ്രൻ വിജയിച്ചു. 1962 തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് SK പൊറ്റക്കാടും KT സുകുമാരനുമായിരുന്നു. KT സുകുമാരൻ ആരാണ് എന്ന് നമുക്കറിയാമോ? പിൻകാലത്ത് പ്രസംഗകലയിൽ പേര് തെളിയിച്ച പ്രഗത്ഭ വാഗ്മിയായിട്ടുള്ള സുകുമാർ അഴീക്കോടാണ് KT സുകുമാരൻ. KT സുകുമാരനും SK പൊറ്റക്കാടും തമ്മിലുള്ള ഒരു സാഹിത്യ മേഖലയിലെ ആളുകൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ SK പൊറ്റക്കാടാണ് വിജയിച്ചത്. സുകുമാർ അഴീക്കോടിനെ SK പൊറ്റക്കാട് പരാജയപ്പെട്ടു. 1967 നമുക്കറിയാം. 1967 ഒരുപാട് രാഷ്ട്രീയ പ്രത്യേകതയുണ്ട് കേരളത്തിൽ. കാരണം 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയും CPI CPM എന്നീ രണ്ട് സംഘടനകളും ഉണ്ടാവുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് രണ്ട് രാഷ്ട്രീയ കക്ഷികളും കാഴ്ചവെച്ചത്. CPMനെ സംബന്ധിച്ച് ഓരോ സീറ്റും തങ്ങളുടേതാക്കുക എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി നടന്ന ഇലക്ഷനിൽ AKGയെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവന്ന കണ്ണൂരിൻ്റെ ഭാഗമായിരുന്ന തലശ്ശേരി, ഈ തലശ്ശേരി മണ്ഡലം പിടിച്ചെടുക്കുക എന്നതൊരു പ്രസ്റ്റേജ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായി CPM മത്സരിപ്പിച്ചത് പാട്യം ഗോപാലനെയാണ്. പാട്യം ഗോപാലൻ ആ ഇലക്ഷനിൽ ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അതുകഴിഞ്ഞ് 1971 തലശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ അധികം പ്രത്യേകതകളുണ്ട്. കാരണം തലശ്ശേരി മണ്ഡലത്തിൽ CPIയും CPMും തമ്മിൽ നേരിട്ട ഒരു മത്സരമാണ് 1971 നടന്നത്. CPIയുടെ തലമുതിർന്ന നേതാവായിട്ടുള്ള CK ചന്ദ്രപ്പനും CPMന്റെ നേതാവായിട്ടുള്ള MP യുമായ പാട്യം ഗോപാലനും തമ്മിലായിരുന്നു ആ മത്സരം. ആ മത്സരത്തിൽ പാട്യം ഗോപാലനെ തോൽപ്പിച്ചുകൊണ്ട് CPIയുടെ നേതാവായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തെ അരിവാൾ ദാനിക്കതിർ എന്ന ചിഹ്നം തോൽപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ തലശ്ശേരിയിൽ CK ചന്ദ്രപ്പൻ CPM അല്ല CPIക്കാണ് തലശ്ശേരിയിൽ ആധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് CK ചന്ദ്രപ്പനാണ് ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 1977 തലശ്ശേരി മണ്ഡലം വീണ്ടും ഇല്ലാതാകുകയും കണ്ണൂർ മണ്ഡലം നിലവിൽ വരികയും ചെയ്തു. കണ്ണൂർ മണ്ഡലം വീണ്ടും നിലവിൽ വന്നപ്പോഴും അവിടെ മത്സരിച്ചത് CK
ചന്ദ്രപ്പനും CPM-ന്റെ വാത്മീകിയും പ്രാസംഗികനുമായിട്ടുള്ള O ഭരതനും കൂടിയായിരുന്നു മത്സരം. O ഭരതനെ അന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് CPM മത്സരിച്ചത്. O ഭരതനെ CK ചന്ദ്രപ്പൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിച്ച് തോൽപ്പിച്ചു. CK ചന്ദ്രപ്പൻ MP. 1980 തലശ്ശേരി കണ്ണൂർ മണ്ഡലത്തെ കുറിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് കരുണാകര AK ആന്റണി വിഭാഗങ്ങൾ തമ്മിൽ വേർപിരിയുകയും AK ആന്റണി കരുണാകര വിഭാഗങ്ങളാണ് തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചത്. AK ആന്റണി വിഭാഗത്തിൽ നിന്ന് K കുഞ്ഞമ്പുവാണ് അവിടെ മത്സരിച്ചിരുന്നത്. കരുണാകര വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് AK ആന്റണി വിഭാഗത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയുള്ള K കുഞ്ഞമ്പു ആണ് അവിടെ വിജയിച്ച് ഇത് ഒരു കോൺഗ്രസ്കാർ തമ്മിലുള്ള മത്സരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം തലശ്ശേരി മണ്ഡലം നിലനിന്നു. 1984 ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മരണമാണ് 1984 തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടാകെ കോൺഗ്രസിന് ഒരു സഹതാപ തരംഗമുണ്ടാക്കി കൊടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ അവിടെ മത്സരിച്ചത് പാടിയം ഗോപാലനായിരുന്നു. പാടിയം ഗോപാലനെ ഇന്ദിരാഗാന്ധിയുടെ സഹതാപ തരംഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. 1989 നമ്മൾക്കറിയാം, രാജ്യം ബോഫേഴ്സ് കുംഭകോണ കേസിൽ അലയടിച്ച് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 1989 എങ്കിൽ കേരളത്തെ സംബന്ധിച്ച് 1989 കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ഒരുപാട് വിജയങ്ങൾ സമ്മാനിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ 1989 ബോഫേഴ്സ് കുംഭകോണ കേസിൽ പെട്ട് കോൺഗ്രസ് ഉലഞ്ഞപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടാമതും അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത്. 1991 രാജീവ് ഗാന്ധിയുടെ മരണം വളരെയധികം സഹതാപ തരംഗമുണ്ടായി. മൂന്നാം വട്ടം മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജീവ് ഗാന്ധിയുടെ സഹതാപ തരംഗത്തിൽ പിന്തുണയോടുകൂടി തന്നെ വിജയിക്കുകയാണ് ഉണ്ടായത്. വിജയിച്ചു. 1996 1998 മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് കണ്ണൂരിൽ വിജയിച്ചത്. ഈ ഇലക്ഷനുകളിൽ P ശശി, ഇബ്രാഹിം കുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AC ഷൺമുഖദാസ് എന്നീ പ്രഗത്ഭരെ തോൽപ്പിച്ചുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായ 5 വിജയം ഭരിച്ച് ഇന്ത്യയുടെ പാർലമെന്റ് അംഗമായി. 1991 കഴിഞ്ഞ 5 തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പ്രഗത്ഭരെ തന്നെ തോൽപ്പിച്ച് ജൈത്രയാത്ര തുടർന്നിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയായിരുന്നു കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി. ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നത് CPM-ന്റെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിരുന്നു. അതിന് CPM കണ്ടെത്തിയത് വിദ്യാർത്ഥിയായിരുന്ന ഒരു യുവാവിനെയാണ്. അദ്ദേഹമാണ് AP അബ്ദുള്ളക്കുട്ടി. ഈ AP അബ്ദുള്ളക്കുട്ടിയെയാണ് കഴിഞ്ഞ 5 തവണയും ഭരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൂരിൽ CPM നിയോഗിച്ചത്. CPM-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. AP അബ്ദുള്ളക്കുട്ടി അത്ഭുത കുട്ടിയായിക്കൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ 5 തവണയുള്ള വിജയത്തിന്റെ രഥയാത്ര തടയുകയും AP അബ്ദുള്ളക്കുട്ടി അത്ഭുത കുട്ടി എന്ന നാമകരണത്തിൽ ഗംഭീര വിജയം വരിക്കുകയുമാണ് ചെയ്തത്. 2004 AP അബ്ദുള്ളക്കുട്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലായിരുന്നു കടുത്ത മത്സരം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ 80,000-ൽ പരം വോട്ടുകൾക്ക് AP അബ്ദുള്ളക്കുട്ടി വീണ്ടും അത്ഭുത കുട്ടിയായി അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് മാനന്തവാടിയിൽ നിന്നൊക്കെ തന്നെ വളരെയധികം വോട്ടുകൾ വാങ്ങിക്കൊണ്ട് ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമതും AP അബ്ദുള്ളക്കുട്ടി
ഇന്നത്തെ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് അന്ന് CPMന്റെ SFIയുടെ നേതാവായ AP അബ്ദുള്ളക്കുട്ടി ആണ് രണ്ടാം വട്ടവും മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് MP ആയത്. 2009 പ്രത്യേകത AP അബ്ദുള്ളക്കുട്ടി CPMുമായി ഇടയുകയും കോൺഗ്രസിലേക്ക് ചൂടുമാറ്റുകയും ചെയ്തു. അങ്ങനെ 2009 KK രാഗേഷാണ് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. KK രാഗേഷിന് എതിരെ മത്സരിച്ചത് ഇന്നത്തെ KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ അന്നത്തെ ജില്ലാ നേതാവുമായിരുന്ന K സുധാകരനാണ്. KK രാഗേഷിനെ K സുധാകരൻ തോൽപ്പിച്ചു. അങ്ങനെ K സുധാകരൻ അവിടുത്തെ MP ആയി വിജയിച്ചു. 2014 ശ്രീമതി ടീച്ചറും K സുധാകരനും തമ്മിലായിരുന്നു മത്സരം. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ MP എന്ന നിലയിൽ ശ്രീമതി ടീച്ചർ അന്ന് വിജയിക്കുകയും K സുധാകരൻ പരാജയപ്പെടുകയുമായി ഉണ്ടായത്. കണ്ണൂർ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വനിത മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അത് PK ശ്രീമതിയാണ്. അത് 2014. 2019 KK ശ്രീമതി ടീച്ചറും K സുധാകരനും തമ്മിലാണ് 2019 അവിടെ മത്സരം നടന്നത്. 2014 സുധാകരനെ തോൽപ്പിച്ച ശ്രീമതി ടീച്ചറെ 2019 സുധാകരൻ തന്നെ തോൽപ്പിക്കുകയും സുധാകരൻ കണ്ണൂരിൻ്റെ MP ആവുകയും ചെയ്തു. ഇന്ന് 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള K സുധാകരൻ, അതുപോലെ CPMന്റെ അവിടുത്തെ പ്രഗത്ഭനായ നേതാവായിട്ടുള്ള NV ജയരാജനും തമ്മിലാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ പിണറായിക്കെതിരെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട്. ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് നമുക്ക് കണ്ടെത്താം.